everyone, welcome back to Xylem Learning. Anita Miss ആണ്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് സയൻസ് പഠിക്കാം അല്ലേ. അപ്പോൾ മക്കളെ ഇന്ന് മിസ് വന്നിരിക്കുന്നത് ഹൂസ് ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചിരുന്നു. ആ ചാപ്റ്ററിലെ ചില ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കൂടുതലായിട്ടും ഫോറസ്റ്റുകളെ പറ്റിയാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഫോറസ്റ്റ് എന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് വേഗം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡു ഓൾ ഫോറസ്റ്റ് ഹാവ് സിമിലർ ടൈപ്പ് ഓഫ് ട്രീസ്? ഹൗ മെനി ട്രീസ് ക്യാൻ യു ഐഡന്റിഫൈ? അതായത് നമ്മളൊരു ഫോറസ്റ്റ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഒരു ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഒരേ തരത്തിലുള്ള സസ്യങ്ങളാൽ അല്ലെങ്കിൽ പ്ലാന്റ്സിലാൽ നിറഞ്ഞതാണോ എന്നുണ്ടോ? നിർബന്ധമുണ്ടോ? ഇല്ല അല്ലേ. നിങ്ങൾക്ക് ഏതൊക്കെ ട്രീസിനെ പറ്റി അറിയാം? നമുക്ക് പറയാനായിട്ട് പറ്റും അങ്ങനെ സിമിലർ ടൈപ്പ് ഓഫ് ട്രീസ് തന്നെയാണ് ഒരു ഫോറസ്റ്റിൽ ഉള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓൾ ഫോറസ്റ്റ് ഡു നോട്ട് ഹാവ് സിമിലർ ടൈപ്പ് ഓഫ് ട്രീസ്. വി ക്യാൻ ഐഡന്റിഫൈ ട്രീസ് ലൈക്ക് ദ ബനിയൻ ട്രീ, നീം ട്രീ, മാംഗോ ട്രീ ആൻഡ് സണ്ടൽ ട്രീ. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന ട്രീസിൻ്റെ പേരൊക്കെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടി ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വേർ ഈസ് സൂര്യമണി സ്റ്റേറ്റ് ജാർഖണ്ഡ് ഓൺ ദി മാപ്പ്? നിങ്ങൾക്ക് ഇവിടെ ഒരു മാപ്പ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതിൽ നമ്മുടെ സൂര്യമണിയുടെ സ്റ്റേറ്റ് അതായത് ജാർഖണ്ഡ് എവിടെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം ഇവിടെയുണ്ട്. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ സൗത്ത് ഓഫ് ബീഹാർ. അപ്പോൾ ബീഹാറിൻ്റെ സൗത്തിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലൊരു മാപ്പ് തന്നാൽ ആ മാപ്പിലെ തന്നിരിക്കുന്ന സ്റ്റേറ്റുകൾ ഏതാണെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പഠിക്കണം. ഡയറക്ഷൻസ് പ്രത്യേകമായിട്ടും നിങ്ങൾ പഠിക്കുക കേട്ടോ. ഈ പറയുന്ന നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ് ഈ ഡയറക്ഷൻ നിങ്ങൾ നിർബന്ധമായി പഠിക്കുക. ഓരോ സ്റ്റേറ്റും ഇൻഡിവിജ്വലി നോക്കുകയാണെങ്കിൽ ആ സ്റ്റേറ്റിൻ്റെ സൗത്തിലുള്ളത് ഏത് സ്റ്റേറ്റാണ്, അല്ലെങ്കിൽ വെസ്റ്റിലുള്ളത് ഏതാണ്, ഈസ്റ്റിലുള്ളത് ഏതാണ്, അതുപോലെ തന്നെ നോർത്തിലുള്ളത് ഏതാണ് എന്നൊക്കെ നിങ്ങൾ അതിൻ്റെ സൈഡിലുള്ള അതിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റുകൾ ഏതൊക്കെയാണെന്നൊക്കെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ മാപ്പിലൂടെ നിങ്ങൾ പഠിക്കണം. ഇനി അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഹോൾ ഈസ് ഷോൺ ഓൺ ദി മാപ്പ്? അതായത് ഈ മാപ്പിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? സ്റ്റേറ്റുകളെ പറ്റി പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഫോറസ്റ്റിനെ പറ്റി പറയുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു മാപ്പ് നോക്കിയാൽ തന്നെ അറിയാം. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും താഴെ വെരി തിക്ക് ഫോറസ്റ്റ്, ലെസ് തിക്ക് ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് രണ്ട് കാറ്റഗറി കാണാനായിട്ട് പറ്റും. തിക്ക് ഫോറസ്റ്റ് എന്ന് പറയുന്നത് നല്ല ഡാർക്ക് ഗ്രീൻ ആണ്. അതുപോലെ ലെസ് തിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ലൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ ആണ്. അതായത് ഡാർക്ക് ആയിട്ടുള്ള ഗ്രീൻ ആണെങ്കിൽ നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റ് ആണ്. ഇനി അത്ര ഡാർക്ക് അല്ല, കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഫോറസ്റ്റ് ആണെങ്കിൽ അത് തിൻ ആയിട്ടുള്ള ഫോറസ്റ്റ് ആണ് കേട്ടോ. അത്ര ലെസ് തിക്കായിട്ടുള്ള ഫോറസ്റ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വെർ ആർ ഫോറസ്റ്റ് ഓൺ ദി മാപ്പ്? ഹൗ വിൽ യു ഫൈൻഡ് ദീസ്? അതായത് ഇവിടെ നമുക്ക് ഫോറസ്റ്റ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും? ഫോറസ്റ്റ് ആർ ഇൻ ഓൾമോസ്റ്റ് ഓൾ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. ദേ ആർ മാർക്ക്ഡ് ഇൻ ഗ്രീൻ കളർ. ആ ഒരു മാപ്പ് നോക്കിയിട്ടാണ് ഈ ചോദ്യങ്ങളൊക്കെ വന്നത്. ഗ്രീൻ കളറിലാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. ഈസ് ദർ എ സീ ക്ലോസ് ടു ഒറീസ? ഹൗ ഡിഡ് യു ഫൈൻഡ് ഔട്ട്? അതായത് ഒറീസയും എന്ന സ്റ്റേറ്റുമായിട്ട് അതിൻ്റെ നിയറസ്റ്റ് ആയിട്ട് ഏതെങ്കിലും സീ ഉണ്ടോ? ഉണ്ടല്ലോ. ഏതാണ് മക്കളെ? ബേ ഓഫ് ബംഗാളാണ്. അപ്പോൾ നമുക്കതൊന്ന് നോക്കണം. നമുക്ക് എവിടെ എടുക്കാം? യെസ്, ഇതാണ്ടേ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മുടെ ഒറീസ എവിടെയാണെന്ന് വേഗം കണ്ടുപിടിക്കണം. ഇതാണ് ഒറീസ. അപ്പോൾ ഒറീസനോട് ചേർന്ന് കിടക്കുന്നതാണ് ബേ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേടാ. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ആർ ദ സ്റ്റേറ്റ് ഇൻ വിച്ച് ഹാവ് ദ സീ ഓൺ വൺ സൈഡ്? അതായത് ഒരു സ്റ്റേറ്റ് നമ്മൾ ഓരോ സ്റ്റേറ്റ് കൺസിഡർ ചെയ്താൽ ആ സ്റ്റേറ്റിൻ്റെ ഒരു സൈഡിൽ മാത്രം സീ ഉള്ള സ്റ്റേറ്റുകൾ ഏതൊക്കെയെന്നാണ്? ഇതൊക്കെയാണ് കേരള, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഗുജറാത്ത് ആൻഡ് ഒറീസ ആൻഡ് വെസ്റ്റ് ബംഗാൾ. ഈ സ്റ്റേറ്റുകളൊക്കെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സൈഡിൽ മാത്രമാണ് നമുക്ക് സീ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ അല്ലേടാ. ഈ ചോദ്യത്തിൻ്റെ ഉത്തരവും നമ്മൾ പറഞ്ഞു. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് കുഡ് ബി ഡൺ ടു സേവ് ഫോറസ്റ്റ്? ഫോറസ്റ്റ് സേവ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? നിങ്ങൾക്കറിയാവുന്ന ഉത്തരങ്ങളൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ചില ഉത്തരങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ബൈ പ്ലാന്റിംഗ് മോർ ട്രീസ്, കൺട്രോൾ ഓവർ ദി ഫോറസ്റ്റ് ഫയർ, റെഗുലേറ്റർ ആൻഡ് പ്ലാന്റ് കട്ടിംഗ് ഓഫ് ട്രീസ് ആൻഡ് റീഫോറസ്റ്റേഷൻ. ഓക്കെ അല്ലേടാ. അപ്പോൾ ഇതിൻ്റെ ഉത്തരങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാവരും സെറ്റ് ആക്കുക. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. എക്സാം ഒക്കെ ഇങ്ങ് എത്തിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ പഠിച്ചാലേ നമുക്ക് നല്ല മാർക്ക് നേടാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ചാപ്റ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും ചാപ്റ്റേഴ്സിൻ്റെ ലൈവ് ക്ലാസ്സുകളൊക്കെ വേണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.